പേടിക്കയില്ല ഞാൻ മരണത്തെയും, മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. പേടിക്കയില്ല ഞാൻ മരണത്തെയും, മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. ആഴിയിന്നാഴത്തിൽ കൂടെയുണ്ട്, ആകാശമേഘങ്ങളിൽ കൂടെയുണ്ട്. ആഴിയിന്നാഴത്തിൽ കൂടെയുണ്ട്, ആകാശമേഘങ്ങളിൽ കൂടെയുണ്ട്. ആവശ്യനേരത്തിൻ കൂടെയുണ്ട്, ആശ്വാസദായകൻ ആവശ്യനേരത്തിൻ കൂടെയുണ്ട്, ആശ്വാസദായകൻ കൂടെയുണ്ട്. വെള്ളത്തിൽ കൂടി ഞാൻ കടന്നിടിലും, വെള്ളമെൻ്റെ മേൽ കവിയുകില്ല. വെള്ളത്തിൽ കൂടി ഞാൻ കടന്നിടിലും, വെള്ളമെൻ്റെ മേൽ കവിയുകില്ല. വെന്തുപോകില്ല ഞാൻ തീയിൽ നടന്നാൽ, എൻ താതൻ എന്നോട് കൂടെയുണ്ട്. വെന്തുപോകില്ല ഞാൻ തീയിൽ നടന്നാൽ, എൻ താതൻ എന്നോട് കൂടെയുണ്ട്. ബാഖായിൻ താഴ്വരെ കൂടെയുണ്ട്, യാക്കോബിൻ ദൈവം എൻ കൂടെയുണ്ട്. ബാഖായിൻ താഴ്വരെ കൂടെയുണ്ട്, യാക്കോബിൻ ദൈവം എൻ കൂടെയുണ്ട്. രോഗക്കിടക്കയിലും കൂടെയുണ്ട്, ലോകാന്ത്യത്തോളം എൻ കൂടെയുണ്ട്. രോഗക്കിടക്കയിലും കൂടെയുണ്ട്, ലോകാന്ത്യത്തോളം എൻ കൂടെയുണ്ട്. കൂടെയുണ്ട് യേശു എൻ കൂടെയുണ്ട്, കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം 63 വാക്യം. വൈകുന്നേരത്ത് ഇസഹാക്ക് ധ്യാനിപ്പാൻ വെളിംപ്രദേശത്ത് പോയിരുന്നു. അവൻ തലപൊക്കി നോക്കി ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം അബ്രഹാം പിതാവിനെയും ഏലിയാസാറിനെയും ഇസ്ഹാക്കിനെയും പ്രധാനമായി ചിത്രീകരിക്കുന്നൊരു അധ്യായമാണ്. വേദപുസ്തകത്തിലെ സംഭവങ്ങൾക്കും വിവിധ വസ്തുതകൾക്കും എല്ലാം പഴയ നിയമത്തിലുള്ളതിനെല്ലാം പുതിയ നിയമത്തിൽ പൊരുളായ അർത്ഥം നമുക്ക് കാണുവാൻ സാധിക്കും. പഴയ നിയമം എല്ലാം നിഴലാണ്,
പുതിയ നിയമമെല്ലാം പൊരുളാണ്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും രണ്ട് ഭാഗങ്ങളുണ്ട്. പഴയ നിയമത്തിലുള്ളതെല്ലാം നിഴലായി നമുക്ക് കിട്ടുകയാണ്. പുതിയ നിയമത്തിലെല്ലാം പൊരുളായി നമുക്ക് ലഭിക്കുകയാണ്. പഴയ നിയമത്തിൽ നാം കാണുന്ന ഓരോ കഥാപാത്രവും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതെല്ലാം സജീവ യാഥാർത്ഥ്യങ്ങളായി വസ്തുനിഷ്ഠമായി നമുക്ക് നേരിട്ട് കാണാനും അനുഭവിക്കാനും സാധിക്കുന്നു. അബ്രഹാം പിതാവായ ദൈവത്തിൻ്റെ ഒരു പ്രതിനിധീകരണമാണ്, സിംബലൈസേഷനാണ് എന്ന് പറയാം, പ്രതീകവൽക്കരണമാണെന്ന് പറയാം. ആ ഭാഷ വാക്കുകളൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അബ്രഹാം പിതാവായ ദൈവത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഇസ്ഹാക്ക് പിതാവിൻ്റെ ഏകജാതനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രതീകമാണ്. എലയാസാർ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന തൃത്വം സംയോജിതമായി ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം. ഈ 24-ാം അധ്യായത്തിൽ ആദ്യം നാം കാണുന്നത് അബ്രഹാം പിതാവ് എലിയാസാറിനെ പറഞ്ഞു വിടുന്നതായിട്ടാണ്. തൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനൊരു മണവാട്ടിയെ തേടി പറഞ്ഞു വിടുകയാണ്. മണവാട്ടിയെ തേടാൻ പറഞ്ഞു വിടുകയാണ്. ഒരു മണവാട്ടിയെ അന്വേഷിച്ച് എലിയാസാർ പോവുകയാണ്. അങ്ങ് ദൂരെ ഹാരാനിലേക്ക്, കനാനിൽ നിന്ന് ഹാരാനിലേക്ക് ഇസ്ഹാക്കിന് മണവാട്ടിയെ തേടി എലിയാസാർ പോവുകയാണ്. പിതാവായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിന് മണവാട്ടി സഭയെ ഒരുക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നതിൻ്റെ ദൃഷ്ടാന്തവൽക്കരണമാണ് വാസ്തവത്തിൽ ഈ 24-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം. നിത്യനായ ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന് ഒരു മണവാട്ടിയായി, മണവാട്ടി സഭയെ ഒരുക്കുന്നതിന്, നീതിയിൻ വസ്ത്രം ധരിപ്പിച്ചൊരുക്കുന്നതിന്, ആഭരണങ്ങൾ അണിയിച്ചൊരുക്കുന്നതിന്, അതിനുവേണ്ടി കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ, ആശ്വാസപ്രദനായ പാറക്കലീറ്റായെ അയക്കുകയാണ്. അതാണ് നാം ഈ 24-ാം അധ്യായത്തിൽ കാണുന്നത്. പൊരുളായ വസ്തുതയുടെ നിഴലായ കാര്യം അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും എലിയാസാറിൻ്റെയും ജീവിതത്തിൽ കൂടി നമുക്ക് പരിശുദ്ധാത്മാവ് കൃത്യമായി വരച്ച് കാണിച്ചു തരികയാണ്. എലിയാസാർ പോയി അങ്ങ് ദൂരെ ഹാരാനിൽ ചെന്നു. 10 ഒട്ടകങ്ങളുമായി എലിയാസാർ യാത്ര ചെയ്ത് അങ്ങ് ചെന്ന് റിബേക്കയെ കണ്ടുമുട്ടി. വളരെ യാദൃച്ഛികമായിട്ട് കണ്ടുമുട്ടിയതുപോലെ തോന്നും, പക്ഷേ എല്ലാം ദൈവനിശ്ചയമാണ്. ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവനിശ്ചയമാണ്. എല്ലാം ദൈവികമായൊരു കാര്യപരിപാടിയുടെ പൂർത്തീകരണമാണ്. നാം ഈ ഭൂമിയിലേക്ക് വന്നത് യാദൃച്ഛികമായിട്ടല്ല. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളൊന്നും യാദൃച്ഛികമല്ല. നമ്മുടെ ജീവിതത്തിൽ വന്നതായ കെടുതികൾ, നമ്മുടെ ജീവിതത്തിൽ വന്നതായ ദുർവ്യപര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വന്നതായ യാതനകൾ, കഷ്ടതകൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഒന്നും യാദൃച്ഛികമല്ല. നമ്മുടെ ജീവിതത്തിൽ വന്നതായ നേട്ടങ്ങൾ, അനുഗ്രഹങ്ങൾ, സിദ്ധികൾ, നാം കൈവരിച്ചതായ പല നല്ല കാര്യങ്ങൾ, അവയും യാദൃച്ഛികമല്ല. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവ നിശ്ചയപ്രകാരം ഓരോന്നും നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിന് നമ്മെ ഓരോരുത്തരെക്കുറിച്ചും വളരെ സുനിയതമായ ചില പദ്ധതികളുണ്ട്, വളരെ വ്യക്തമായ ചില പ്ലാനുകളുണ്ട്. നമ്മെ എവിടെ എത്തിക്കണമെന്ന ദൈവത്തിന് വളരെ കൃത്യമായ ഒരു കാര്യപരിപാടിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ എവിടെ എത്തിക്കണമെന്നുള്ളതായ ദൈവത്തിൻ്റെ ആ ആഗ്രഹം കൊണ്ടും പദ്ധതി കൊണ്ടും ദൈവം അതിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നാം ഒരിക്കലും ദൈവത്തിൻ്റെ കാര്യപരിപാടിക്ക് വിഘ്നം സൃഷ്ടിക്കരുത്. യൗസേപ്പിനെ ഉയർത്തി മിസ്രയീമിൻ്റെ ഭരണാധികാരിയാക്കാൻ ദൈവത്തിന് കാര്യപരിപാടിയുണ്ട്. എന്നാൽ ആ കാര്യപരിപാടിയെ തകർക്കാൻ യൗസേപ്പിന് കഴിയും.
എങ്ങനെ? യൗസേപ്പ് പാപം ചെയ്തു പോയിരുന്നെങ്കിൽ, മിസ്രയീമിലെ ഉന്നതോദ്യോഗസ്ഥനായ പൊത്തീഫറിൻ്റെ ഭവനത്തിൽ തിന്മയ്ക്ക് വശംവദനായിരുന്നെങ്കിൽ യൗസേപ്പിന് ആ സ്ഥാനം എത്താൻ കഴിയാതെ പോയേനെ. ദൈവത്തിൻ്റെ പദ്ധതികൾ തകർന്നു പോയേനെ. യൗസേപ്പിനെക്കുറിച്ചുള്ളതായ ദൈവിക കാര്യപരിപാടികൾ തകർന്നു പോയേനെ. ഈ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ റിബേക്കയുടെ അമ്മയും സഹോദരനും പറയുന്നുണ്ട്, നീ ഈ പുരുഷനോട് പോകുന്നുവോ എന്ന്. അമ്മയും സഹോദരനും കാര്യസ്ഥനായ എലിയാസാറിനോട് പറയുന്നുണ്ട്, ബാല ഒരു 10 ദിവസം കൂടി ഞങ്ങളുടെ കൂടെ പാർക്കട്ടെ, എന്നിട്ട് പറഞ്ഞു വിടാമെന്ന്. കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ എന്നാണ് പറയുന്നത്. വിടാം, പക്ഷേ കുറച്ചുകൂടി കഴിയട്ടെ. ബാല ഒരു 10 ദിവസമെങ്കിലും ഞങ്ങളുടെ കൂടെ താമസിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വിടാം. ദൂരെ സ്ഥലത്തേക്കല്ലേ വിടുന്നത്, ഒരു 10 ദിവസം കൂടി ഞങ്ങളുടെ കൂടെ താമസിക്കട്ടെ. പക്ഷേ അപ്പോൾ റിബേക്ക പറയുന്നൊരു വാക്കുണ്ട്, നീ പുരുഷനോട് പോകുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുകയാണ്, ഞാൻ പോകുന്നു എന്നുള്ള ആ ഒരൊറ്റ സമർപ്പണത്തിൽ എത്ര ദൂരവ്യാപകമായ കാര്യങ്ങളാണ് പിൽക്കാലത്ത് ശക്തമായ മുന്നേറ്റമായി നാം കാണുന്നത്. എന്തൊരു അത്ഭുതം! നീ പോകുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോകുന്നു എന്ന് പറയേണ്ടതിന് പകരം റിബേക്ക ഒന്ന് മടിച്ചിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ തകർന്നേനെ. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെല്ലാം മാറിപ്പോയേനെ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ദൈവിക ഉദ്ദേശം നിറവേറ്റുന്നതിന് തടസ്സമായി നിൽക്കരുത്. നമ്മെ ഓരോ സ്ഥാനത്തെത്തിക്കുവാനുള്ള ദൈവത്തിൻ്റെ പരിശ്രമത്തിന് വിഘ്നം സൃഷ്ടിക്കാൻ നമ്മുടെ യാതൊരു ചെയ്തികളും നമ്മുടെ ഒരു വാക്കുകളും കാരണമായി തീരരുത്. ഒരു കാരണവശാലും ജീവനുള്ള ദൈവം നമ്മെ വളർത്താൻ നോക്കുമ്പോൾ, ഉയർത്താൻ നോക്കുമ്പോൾ, അനുഗ്രഹിക്കാൻ നോക്കുമ്പോൾ ആ അനുഗ്രഹത്തിന് വിഘ്നം സൃഷ്ടിക്കുന്നതായ യാതൊരു പ്രവണതയും യാതൊരു പെരുമാറ്റവും നമ്മിൽ നിന്ന് വന്നു പോകരുത്, യാതൊരു പ്രതികരണവും നമ്മിൽ നിന്ന് വന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, റിബേക്ക പറഞ്ഞു, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. റിബേക്ക തീരുമാനമെടുത്തു. റിബേക്ക സമർപ്പിച്ചു. ഇസ്ഹാക്കിൻ്റെ ഭാര്യയാകാൻ സമർപ്പിക്കുമ്പോൾ റിബേക്ക അറിയുന്നില്ല ഇസ്ഹാക്ക് ആരാണെന്ന്. ഏലിയാസാർ പറഞ്ഞ വർണ്ണനകളെ അവൾക്കറിയാവൂ. കാര്യസ്ഥനായ ഏലിയാസാർ പറഞ്ഞത് വർണ്ണനകൾ, ഇസ്ഹാക്കിനെക്കുറിച്ചുള്ള വർണ്ണനകൾ മാത്രമേ അവൾ കേട്ടിട്ടുള്ളൂ. അവൾക്ക് നേരിട്ട് അറിവില്ല. ഇസ്ഹാക്കിനെ കണ്ടിട്ടില്ല, ഇസ്ഹാക്കിനെക്കുറിച്ച് നേരത്തെ കേട്ടിട്ടില്ല, ഇസ്ഹാക്കിൻ്റെ സ്വഭാവം എന്താണെന്ന് അറിഞ്ഞുകൂടാ, എങ്ങനെയുള്ളവനാണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ ഈ കാര്യസ്ഥൻ പറഞ്ഞ വാക്കുകൾ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞു. ഞാൻ പറയും, നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഒന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നൊരു മഹാഭാഗ്യമാണ്. ഒന്നും സംശയിക്കാതെ, ഒന്നും വിശകലനം ചെയ്യാതെ, ഒന്നും ബുദ്ധി കൊണ്ട് അപഗ്രഥിച്ച് നോക്കാതെ, നമ്മുടെ റീസണിങ് കൊണ്ട്, നമ്മുടെ കാര്യകാരണ വിവേചന ശക്തി കൊണ്ട് ഒന്നും നാം വിശകലനം ചെയ്യാതെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ അതൊരു വലിയ കൃപയാണ്, വലിയ ഭാഗ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കുന്നവരായി തീരുക, ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ വിശ്വസിക്കുന്നവരായി തീരുക. എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്, എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നൊരു ദൈവമുണ്ട് എന്നൊരു വിശ്വാസം. എല്ലാം അറിയുന്നൊരു ദൈവമുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇനിയും എല്ലാം നന്മയ്ക്കാക്കി മാറ്റാൻ ഈ ദൈവത്തിന് കഴിയും എന്നുള്ള വിശ്വാസം. എനിക്ക് വന്ന കേടുകളും കെടുതികളും മാറ്റി, എനിക്ക് വന്ന പോരായ്മകളും കോട്ടങ്ങളും മാറ്റി എന്നെ ഇനിയും ഐശ്വര്യമായി നടത്താൻ ശക്തനായ ഒരു ദൈവമുണ്ട്. ആ ക്രിസ്തു എൻ്റെ അരികത്ത് നിൽക്കുന്നുണ്ട്, ആ ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നത്, അതെല്ലാം ഒരു മഹാഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, റിബേക്കായെയും കൂട്ടിക്കൊണ്ട് ഏലിയാസാർ യാത്ര ചെയ്തു. നാം വായിക്കുന്നത് 61-ാം വാക്യം. പിന്നെ റിബേക്കയും അവളുടെ ദാസിമാരും എഴുന്നേറ്റ് ഒട്ടകപ്പുറത്ത് കയറി ആ പുരുഷനോടുകൂടെ പോയി. അങ്ങനെ ദാസൻ റിബേക്കയെ കൂട്ടിക്കൊണ്ടുപോയി. ഒട്ടകപ്പുറത്ത് കയറി യാത്ര ചെയ്ത് പോവുകയാണ്. നെടുകെ കിടക്കുന്ന മരുഭൂമിയിൽ കൂടി, അങ്ങ് ഊഷരമായ മരുപ്പറമ്പിൽ കൂടി ഒട്ടകപ്പുറത്ത് കയറി റിബേക്കയും ഏലിയാസാറും വേലക്കാരും ഒട്ടകങ്ങളും എല്ലാമായി അങ്ങനെ യാത്ര ചെയ്ത് നീങ്ങുകയാണ്. എങ്ങോട്ടാണെന്ന് അറിഞ്ഞുകൂടാ. ഈ ഏലിയാസാറിന് മാത്രമേ അറിയാവൂ. ഏലിയാസാർ പറഞ്ഞ വാക്കുകളെ കേട്ടിട്ടുള്ളൂ, അതിനപ്പുറം ഒന്നും അറിഞ്ഞുകൂടാ. ഒന്നും ചിന്തിക്കുന്നില്ല. അപ്പനെയും
അമ്മയെയും സഹോദരനെയും അങ്ങനെ പ്രിയപ്പെട്ടവരെയും ഇത്രയും കാലം ജീവിച്ചു വന്ന വീടിനെയും എല്ലാം വിട്ട് റിബേക്ക പുറപ്പെടുകയാണ്. പക്ഷേ അവളുടെ മുന്നിൽ വളരെ വ്യക്തമായൊരു ചിത്രമുണ്ട്, വളരെ വ്യക്തമായ ഒരു വസ്തുതയുണ്ട്. ഇസ്ഹാക്കിൻ്റെ അരികിലേക്കാണ് പോകുന്നത്, അരുമോണവാളിൻ്റെ അരികിലേക്കാണ് പോകുന്നത്. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ അറിയുന്നില്ലെങ്കിലും എനിക്കൊരു കാര്യവും വിശദമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ ഏലിയാസ പറഞ്ഞതായ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് ഞാനിതാ പോവുകയാണ്. വളരെ ശക്തമായ ഒരു ചുവടുവെപ്പാണ് റിബേക്കയുടെ ആ നടപടി. സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളും ക്രിസ്തുവിൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെടാൻ നേരത്ത് നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ, നിങ്ങളൊരു മാനസാന്തര അനുഭവത്തിലേക്ക് വരുമ്പോൾ, യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ വിളിക്കുമ്പോൾ, കർത്താവേ നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, നീ എൻ്റെ നാഥനായ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ സാധിക്കുന്നത് ഒരു വലിയ മഹാത്ഭുതമാണ്. അപ്പോൾ സംഭവിക്കുന്നത് ഒരു മഹാത്ഭുതമാണ്. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരികയാണ്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മെ നടത്തിക്കൊണ്ട് പോവുകയാണ്. നമുക്കൊന്നും അറിഞ്ഞുകൂടാ. നാം നടന്നുപോയ വഴികളിലൂടെയല്ല പോകുന്നത്, കണ്ടിട്ടില്ലാത്ത വഴികളിൽ കൂടിയാണ് പോകുന്നത്. ഈ വഴിയെ നീ ഇതിനു മുമ്പ് സഞ്ചരിച്ചിട്ടില്ലല്ലോ എന്ന് യഹോവയായ ദൈവം യോശുവയോട് പറയുന്ന പ്രകാരം നാം സഞ്ചരിച്ചിട്ടില്ലാത്ത വഴിയിൽ കൂടി നാം ഇതാ പോവുകയാണ്. എന്താണ് അടുത്തതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതെന്നാണ് ഈ യാത്ര തീരുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നാം ഇതാ എലിയാസാറിൻ്റെ കൂടെ യാത്ര ചെയ്ത് പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പിറകെ നാം യാത്ര ചെയ്ത് പോവുകയാണ്. അതെന്ത് സുഖപ്രദമായ യാത്രയാണ്. എലിയാസാറിൻ്റെ വർണ്ണനകൾ കേൾക്കാം, ഇസ്ഹാക്കിനെക്കുറിച്ചുള്ള വർണ്ണനകൾ കേൾക്കാം, ഇസ്ഹാക്കിൻ്റെ സ്വഭാവ ഗുണത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ കേൾക്കാം. അബ്രഹാം പിതാവിൻ്റെ ഏകജാതനായ ഇസ്ഹാക്ക്, വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം ലഭിച്ച ഈ ഇസ്ഹാക്ക്, അപ്പനെ അനുസരിക്കുന്ന ആ ഓമനപുത്രൻ, അപ്പൻ്റെ മുമ്പിൽ കൈ നീട്ടിക്കൊടുത്ത മകൻ, അപ്പൻ കൈയും കാലും കെട്ടി യാഗപീഠത്തിന്മേ കിടത്തിയപ്പോൾ പുഞ്ചിരിയോടെ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ യാഗപീഠത്തിന് മീതെ കിടന്ന ഇസ്ഹാക്ക് ഓരോന്നിങ്ങനെ റിബേക്കായെ വർണ്ണിച്ച് കേൾപ്പിക്കുകയാണ്. ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ റിബേക്കയുടെ ഹൃദയം ഇങ്ങനെ ആനന്ദം കൊണ്ട് പുളകം കൊള്ളുകയാണ്. സമാധാനവും സന്തോഷമുള്ള ഹൃദയത്തിലേക്ക് അലതല്ലി കടന്നു വരികയാണ്. ആശ്വാസത്തിൻ്റെ അത്ഭുതകരമായ നിമിഷങ്ങൾ അവൾ ചെലവഴിക്കുകയാണ്. യാത്രാക്ലേശം മറക്കുകയാണ്, ദുരിതങ്ങൾ മറക്കുകയാണ്. ഉഷ്ണക്കാറ്റ് അവളെ ഏശാതെ അവളുടെ ശരീരത്തിൽ ഏൽക്കുന്നുണ്ടെങ്കിലും അതറിയാതെ അതിനേക്കാൾ അപ്പുറം അനുഗ്രഹദായകമായ വാക്കുകൾ കേട്ട് അവൾ ആനന്ദം കൊണ്ട് ആശ്വാസം കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. റിബേക്ക എലിയാസാറിൻ്റെ ആ നല്ല വർണ്ണനകൾ കേട്ടുകൊണ്ട് കഠിനമായ ശക്തമായ സൂര്യരശ്മിയുടെ ആ ആഘാതം അവളുടെ ശരീരത്തിൽ ഏൽക്കുന്നുണ്ടെങ്കിൽ പോലും ഏൽക്കാതെ വണ്ണം വലിയൊരു സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ മൂടുപടം അണിഞ്ഞുകൊണ്ട് അവിടുത്തെ യാത്ര ചെയ്ത് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വചനം നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിൻ്റെ പിന്നാലെ പരിശുദ്ധാത്മാവിൻ്റെ വചനത്തോട് ചേർന്ന് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്തൊരാശ്വാസം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്ത വലിയൊരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഈ ക്ലേശങ്ങൾ മറക്കും. ഇന്നിവിടെ നമുക്ക് ക്ലേശങ്ങളുണ്ട്, ഇന്നിവിടെ നമുക്ക് രോഗങ്ങളുണ്ട്, ഇന്ന് നമുക്ക് വേദനകളുണ്ട്, ഇന്ന് നമുക്ക് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഉള്ളു വിങ്ങുന്നുണ്ട്, ഹൃദയം ഇങ്ങനെ ഉരുകി തിളയ്ക്കുന്നുണ്ട്, മനസ്സ് ചിലപ്പോഴെല്ലാം പതറുന്നുണ്ട്, ഭീതിയും ഭയവും നമ്മെ അലട്ടുന്നുണ്ട്, നാളെയെക്കുറിച്ചുള്ള ആശങ്കകൾ നമ്മെ വലയം ചെയ്യുന്നുണ്ട്, എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാവുന്ന അമ്പരപ്പിലാകുന്നുണ്ട്, പരിഭ്രമം നമ്മെ മൂടുന്നുണ്ട്. നാം പലപ്പോഴും അമ്പരപ്പിലായി നിന്നു പോകാറുണ്ട്. സ്നേഹിതരെ, ഈ ദുരിതം പിടിച്ച യാത്രയിൽ, ഈ ക്ലേശഭൂയിഷ്ടമായ യാത്രയിൽ നമുക്ക് താങ്ങും തണലുമായി ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവും നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം, ശക്തമായ ദൈവത്തിൻ്റെ വചനം, ചലിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഹൃദയത്തെ ഉണർത്തുന്നതായ ദൈവത്തിൻ്റെ വചനം, മനസ്സിനെ ഉന്മേഷഭരിതമാക്കുന്നതായ ദൈവത്തിൻ്റെ വചനം, ആശ്വാസം ദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനം, ഹൃദയത്തിൽ സന്തോഷം നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഈ വചനം നമ്മെ ആശ്വസിപ്പിച്ച് നമ്മെ നടത്തിക്കൊണ്ട് പോവുകയാണ്. റിബേക്ക എലിയാസാറിൻ്റെ കൂടെ യാത്ര ചെയ്ത് പോകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന് ഒരു ഹെഡിങ് കൊടുക്കുകയാണെങ്കിൽ ഇസ്ഹാക്കിൻ്റെ ബലി എന്ന് അതിനൊരു തലക്കെട്ട് കൊടുക്കാം. ഇസ്ഹാക്കിൻ്റെ ബലി 22-ാം അധ്യായത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് 22-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത്
ഇസ്ഹാക്കിൻ്റെ ബലിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞ്, ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ മോറിയാമലയിലേക്ക് കൊണ്ടുപോയ കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞ്, അതിൻ്റെ ഒടുവിലത്തെ ഖണ്ഡികയിൽ നാം വായിക്കുന്നൊരു വാക്യമുണ്ട്. ആ ബലി കഴിഞ്ഞ് അടുത്തുടനെ അബ്രഹാമിന് വർത്തമാനം കിട്ടിയെന്നാണ് 22-ാമത്തെ 20-ാം വാക്യം. അനന്തരം മിൽക്കയും നിൻ്റെ സഹോദരനായ നാഹോരിന് മക്കളെ പ്രസവിച്ചിരിക്കുന്നുവെന്ന് അബ്രഹാമിന് വർത്തമാനം കിട്ടി. അങ്ങ് ദൂരെ 600 മൈലിലേറെ ദൂരെ നാഹോരിന് മക്കളുണ്ടായി, അബ്രഹാമിൻ്റെ സഹോദരനായ നാഹോരിന് മക്കളുണ്ടായി എന്ന് വർത്തമാനം കിട്ടി. തുടർന്ന് നാം വായിക്കുന്നൊരു ഭാഗമുണ്ട്, അത് 23-ാം വാക്യമാണ്. ബെഥുവേൽ റിബേക്കയെ ജനിപ്പിച്ചു. ഇസ്ഹാക്കിൻ്റെ ബലി, അതിനെ തുടർന്ന് റിബേക്കയുടെ ജനനം. വളരെ അർത്ഥവത്താണ്. യാഗം കഴിഞ്ഞു, മണവാട്ടി പിറക്കുന്നു. യാഗം കഴിഞ്ഞു, മണവാട്ടി പിറക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇസ്ഹാക്കിൻ്റെ ബലി, ആ യാഗം കഴിഞ്ഞു. ഇതാ ഇസ്ഹാക്കിനുള്ള കന്യക പിറന്നു കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് സഭ. യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി. ഈ സഭ ഉദയം കൊള്ളുന്നത് യേശുവിൻ്റെ ക്രൂശാരോഹണത്തെ തുടർന്നാണ്. യേശുവിൻ്റെ ക്രൂശിലെ തിരുബലിയെ തുടർന്നാണ്. യേശുക്രിസ്തുവിൻ്റെ തിരുബലി, അതിൻ്റെ ഫലമായിട്ടാണ് ക്രൈസ്തവ സഭ ഉദയം കൊള്ളുന്നത്, ക്രിസ്തു വിശ്വാസികൾ ഉളവാകുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കൂ, വേദപുസ്തകത്തിലെ ഓരോ സംഭവവും നിസ്സാരമല്ല. ഓരോ വാക്കും അർത്ഥവത്താണ്, വിലയേറിയതാണ്. ഈ ബൈബിൾ അതിമനോഹരമായ ആശയങ്ങളുള്ളത് മാത്രമല്ല, ഇത് സജീവ ചൈതന്യമാർന്ന വചനമാണ്. ദൈവത്തിൻ്റെ വാക്കാണ്, ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനമാണ്. ഈ വചനത്തിൽ അവിടെ എടുത്തു പറയുന്നു, 22-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം, ഇസ്ഹാക്കിൻ്റെ യാഗം കഴിഞ്ഞ ഉടനെ ബെഥുവേൽ റിബേക്കയെ ജനിപ്പിച്ചു. തുടർന്ന് 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായുടെ മരണമാണ്. എല്ലാം വളരെ അർത്ഥവത്താണ്. ഇസ്ഹാക്കിൻ്റെ ബലി, റിബേക്കയുടെ ജനനം, സാറ മരിക്കുന്നു, സാറായുടെ മരണം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, അബ്രഹാം പിതാവിന് ഇക്കണ്ട യാത്രയിലെല്ലാം കഴിഞ്ഞ് ഇന്ന് അബ്രഹാം ആദ്യമായി ഒരു തുണ്ട് നിലം മേടിക്കുകയാണ്, ഒരല്പം ഭൂമി സമ്പാദിക്കുകയാണ്. അത് 23-ാം അധ്യായത്തിലാണ്. ഒരല്പം ഭൂമി സമ്പാദിക്കുന്നു. മക്പേല ഗുഹ, അത് സമ്പാദിക്കുന്നത് ഭാര്യ അടക്കാൻ വേണ്ടിയാണ്. അതിൽ ആ ഗുഹയിൽ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണും, ആ ഗുഹയിൽ 6 പേരെ അടക്കം ചെയ്തു എന്ന്. 6 പേരെ ആ ഗുഹയിൽ, അബ്രഹാം മേടിച്ച ഗുഹയിൽ സാറയെ അടക്കം ചെയ്തു, അബ്രഹാമിനെ അടക്കം ചെയ്തു, അതിൽ ഇസ്ഹാക്കിനെ അടക്കം ചെയ്തു, റിബേക്കയെ അടക്കം ചെയ്തു, യാക്കോബിനെ അടക്കം ചെയ്തു, ലേയെ അടക്കം ചെയ്തു. 6 പേരെ അടക്കം ചെയ്തു. അതിനുള്ളതായ ഗുഹ, അതിനുള്ളതായ ശ്മശാന ഭൂമി വിലയ്ക്ക് വാങ്ങുന്നത് 23-ാം അധ്യായത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ പറഞ്ഞു വരുന്നത്? വളരെ മർമ്മപ്രധാനമായ ഒരാശയം നിങ്ങൾക്ക് തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്താണെന്നോ, ഇസ്ഹാക്കിൻ്റെ വിവാഹത്തിന് മുൻപ് സാറ മരിക്കുകയാണ്. അമ്മ മരിക്കുകയാണ്. അമ്മ, അത് വാസ്തവമായും പഴയ തലമുറ മാറിപ്പോയിട്ട് ഒരു പുതിയ തലമുറ ഉദയം കൊള്ളുകയാണ്. ആ വീട്ടിലുണ്ടായിരുന്ന അബ്രഹാമിൻ്റെ ഭാര്യയായ സാറ മരിച്ചു കഴിഞ്ഞിട്ട് ഇതാ ഒരു പുതിയ മണവാട്ടി അവിടെ ഉണ്ടാകാൻ പോവുകയാണ്. ഒരു പുതിയ മണവാട്ടി അവിടെ വരാൻ പോവുകയാണ്. സഹോദരങ്ങളെ, അതാണ് പിന്നെ തുടർന്ന് 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ റിബേക്കയെ അന്വേഷിച്ച്, മണവാട്ടി അന്വേഷിച്ച് ഏലിയാസാറിനെ പറഞ്ഞു വിടുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം, നമുക്ക് വേണ്ടി അരുമണവാളനായ യേശു ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമ്മെ വീണ്ടെടുപ്പിലേക്ക് നയിക്കുവാൻ, നമ്മെ സ്വന്തം മണവാട്ടിയായി സ്വീകരിപ്പാൻ, സ്വന്തം ഭവനത്തിലേക്ക് ചേർക്കാൻ, സ്വന്തം ഭവനത്തിൽ നമ്മെ ചേർക്കാൻ, ഇന്ന് അനാഥമായി പോയിരിക്കുന്നത് പോലത്തെ ഭവനത്തിൽ സ്നേഹിത നിന്നെയും ചേർക്കാൻ സ്വർഗത്തിലെ ദൈവം തിരുമനസ്സായിരിക്കുന്നു. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇന്ന് ഞാനും കൂടി ചെന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ഭവനം അത് സമ്പൂർണ്ണമാവുകയുള്ളൂ. നിങ്ങളൊരാളും കൂടി വന്നെങ്കിൽ മാത്രമേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഭവനം അത് പൂർണ്ണതയിലെത്തുകയുള്ളൂ. മോളെ, നീയും വരാൻ ദൈവം കാത്തു നിൽക്കുകയാണ്. മകനെ, നീയും ചേരാൻ ദൈവം കാത്തു നിൽക്കുകയാണ്. ഈ റിബേക്ക വന്നെങ്കിൽ മാത്രമേ അവിടെയുള്ള ശൂന്യത നികത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ. സാറ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു.
അവിടെയുള്ള ശൂന്യത നികത്തിയെടുക്കണം. അതിനായി റിബേക്ക വന്നു ചേരേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്കെന്ത് മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ഓരോരുത്തരും വിലയേറിയവരാണ്. നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി മണവാളനായ യേശുവിൻ്റെ മണവറയിലേക്ക് ചേർക്കപ്പെടേണ്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ ഓടി വരണം. നിങ്ങൾ യേശുവിൻ്റെ സന്നിധിയിലേക്ക് വരണം. മകനെ, നീയും കൂടി വരുവാൻ സ്വർഗം കാത്തു നിൽക്കുകയാണ്. സ്നേഹിത, നീയും കൂടി ഓടി വന്ന് ഈ ഭവനത്തിൽ പ്രവേശിപ്പാൻ ദൈവം കാത്തു നിൽക്കുകയാണ്. അന്യദേശത്ത് അന്യഭവനത്തിൽ വസിച്ചവനായ നീ അവിടം വിട്ട് ഏലിയാസാറിൻ്റെ വാക്കുകൾ കേട്ട് ഇറങ്ങി പുറപ്പെട്ട് നീയും വന്ന് ഈ ഭവനത്തിൽ വരുവാൻ, പിതാവിൻ്റെ ഭവനത്തിൽ വരുവാൻ, നീയും വന്ന് മണവാളനായ ഇസ്ഹാക്കിൻ്റെ മണവാട്ടിയാകുവാൻ സ്വർഗം ഇതാ കാത്തു നിൽക്കുകയാണ്. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിനെ നിൻ്റെ നേരെ അയച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മിത അധ്വാനിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അരികത്ത് വന്ന് വാദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വചനത്താൽ നിങ്ങളെ ക്ഷണിക്കുകയാണ്. വചനത്താൽ നിങ്ങളെ വിളിക്കുകയാണ്. വചനത്താൽ നിങ്ങളെ ഓരോരുത്തരെയും മാടി അടുപ്പിക്കുകയാണ്. ആ വചനം നിങ്ങൾ കേട്ട് നിങ്ങളും പുറപ്പെടുവീൻ. നമുക്ക് ഇസ്ഹാക്കിൻ്റെ ഭവനത്തിലേക്ക് പോകാം. രാജാധിരാജനായ യേശുവിൻ്റെ മണവറയിലേക്ക് പോകാം. യേശുവിൻ്റെ സന്നിധിയിലേക്ക് ചേരുവാൻ നമുക്ക് ഒരുങ്ങാം. നമുക്ക് ഈ ഏലിയാസാറിനെ കൈക്കൊള്ളാം. നമുക്ക് ഏലിയാസാറിൻ്റെ വചനങ്ങളെ കൈക്കൊള്ളാം. പരിശുദ്ധാത്മാവിൻ്റെ വചനം കൈക്കൊണ്ടുകൊണ്ട് നമുക്ക് ഒരു പുതിയ സ്റ്റെപ്പ് എടുക്കാം, പുതിയ ചുവടുവെപ്പ് എടുക്കാം. നമുക്ക് യേശുവിൻ്റെ പിറകെ ഇറങ്ങി പുറപ്പെടാം. യേശുവിൻ്റെ ക്രൂശ് മരണത്താൽ രക്ഷിക്കപ്പെട്ട സഭയായി, യേശുവിൻ്റെ തിരുബലിയാൽ രക്ഷിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട സഭയായി നമുക്കും ക്രിസ്തുവിനോട് ചേരാം. ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് അണയാം. നമുക്കും സമർപ്പിക്കാം നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ട് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നതായ വിലപ്പെട്ട പദവി എന്ത് എന്ന് കാണാനും അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനും എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. എല്ലാവരെയും അവിടുത്തെ തിരു ശക്തിയാലും കൃപയാലും നൽവരത്താലും അനുഗ്രഹിക്കണമേ. നാഥ, അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ. ആമീൻ.